അളിയൻ രാവിലെ ഈ പരിപാടിക്ക് ഇറങ്ങുമല്ലേ? വെറുതെ ഇരിക്കുമല്ലേ, അപ്പോ ഇതെങ്കിലും നടക്കട്ടെ എന്ന് കരുതി. അത് നല്ലതാ, ദേഹം ഒന്ന് ഇളവല്ലോ. ഇതൊക്കെ ചെയ്യുന്നോണ്ടാ അളിയങ്ങനെ പ്രായം കുറഞ്ഞ പോലൊക്കെ ഇരിക്കുന്നേ. അളിയനെ കണ്ട പറയൂ ഇത്രയും വലിയ മക്കളുടെ അച്ഛനാണെന്ന്. ഞാൻ ദാ ഇപ്പോഴേ വയസ്സായി. ഭദ്രന് എന്നോടെന്തോ വലിയ കാര്യം പറയാനുണ്ടെന്ന് തോന്നുന്നു. എന്ത് വലിയ കാര്യം? അങ്ങനെയൊന്നുമില്ല. അപ്പൊ എനിക്ക് തോന്നിയതായിരിക്കും. പിന്നെ ഞങ്ങൾ ഇന്ന് തന്നെ ചിലപ്പോ പോവും. ആന്താ പെട്ടെന്ന്? 2 ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരെ? പോരാ. ഇവിടെ നിൽക്കുന്നോറും അനസൂയക്ക് വിഷമമാ. അവക്കെന്ത് വിഷമം? അളിയെന്തോ ഒന്നും അറിയാത്ത പോലെ. അവിടെ ഇവിടേക്ക് വരുന്നത് തന്നെ അർജുനെ കാണാൻ വേണ്ടിയാ. കുഞ്ഞിനെ മുതലേ അവൻ അവൾക്കുള്ളതാണെന്ന് പറഞ്ഞു കൊടുത്തല്ലേ വളർത്തിയത്. എന്നിട്ടിപ്പോ അവന് വേറെ ഏതോ പെണ്ണെ ഇഷ്ടമാണെന്ന് പറഞ്ഞ അവർക്ക് സഹിക്കുവോ? ഇതിപ്പോ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ഓരോ ഇഷ്ടങ്ങളല്ലേ. എനിക്ക് നീരമയ്ക്ക് ഇഷ്ടം ഞങ്ങളുടെ മോളെ ഇങ്ങോട്ട് തന്നെ അയക്കണമെന്നാ. ഇവിടെ ആവുമ്പോ കുഞ്ഞോളും അളിയനൊക്കെ അവളെ സ്വന്തം മോളെ പോലെ നോക്കുമല്ലോ. അതിപ്പോ അർജുൻ അനസൂയെ വിവാഹം ചെയ്തില്ലെങ്കിലും അവളെന്റെ സ്വന്തം മോളല്ലേ. അതൊക്കെ ആയിരിക്കും. എങ്കിലും എന്റെ മോള് അത്രയ്ക്ക് ആഗ്രഹിച്ചതല്ല അളിയ. അളിയൻ തന്നെ അവനോട് പറഞ്ഞു മനസ്സിലാക്കണം. അവനെ ഈ ബന്ധത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും അകറ്റണം. അളിയൻ വിചാരിച്ചത് നടക്കും, എനിക്ക് ഉറപ്പാ. സത്യം പറയാലോ ഭദ്ര, ഞാൻ വിചാരിച്ച ഇത് നടക്കില്ല. ഞാൻ എന്റെ മക്കളുടെ ആഗ്രഹത്തിന് എതിരെ നിൽക്കാറുമില്ല, അഭിപ്രായം പറയാറുമില്ല. വിവാഹമൊക്കെ അവരവരുടെ ഇഷ്ടങ്ങളല്ലേ. പിന്നെ ഒരാള് പറഞ്ഞാൽ നടക്കും. ഭദ്രന്റെ കുഞ്ഞോള് വിചാരിച്ചാ ചിലപ്പോ നടക്കും.